കുംഭമേളയിൽ വൈറലായ വെള്ളാരം കണ്ണുള്ള സുന്ദരി അറിയാവല്ലോ എല്ലാവർക്കും. സോഷ്യൽ മീഡിയയിൽ നല്ലതുപോലെ വൈറലായിരുന്നു. അത്യാവശ്യം പേരും പ്രശസ്തിയും ഒക്കെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടിയെടുത്ത സുന്ദരി പക്ഷെ ഇപ്പോൾ കാമുകനുമായി ഒളിച്ചോടിയിരിക്കുകയാണ് കേരളത്തിലേക്ക്, അതും അപ്പനെ പേടിച്ചിട്ട്. 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. അപ്പൊ എന്തായാലും കാമുകനെയും കൊണ്ട് ഓടിയെത്തിയത് നമ്മുടെ കേരളത്തിലേക്കാണ്, തിരുവനന്തപുരത്തേക്ക്. സ്വന്തം നാടിനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് കേരളത്തിലേക്ക് അഭയം തേടിയ വെള്ളാരം കണ്ണുള്ള സുന്ദരി. അപ്പൊ എന്തായാലും വൈറൽ താരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിൽ അഭയം കൊടുത്തു. ഇപ്പൊ ഇതേ കല്യാണം നടത്തി കൊടുത്തിരിക്കുകയാണ്. വിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളൊക്കെ കണ്ടു. സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൊതുപ്രവർത്തകരൊക്കെയാണ്. നല്ല കാര്യമൊക്കെ തന്നെയാണ്. കേരളത്തിലേക്ക് അഭയം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെയും അവളുടെ കാമുകനെയും സംരക്ഷിക്കുക, അവൾക്ക് മാംഗല്യം നടത്തി കൊടുക്കുക, അവളെ വിളക്ക് കൊടുത്ത് കയറ്റുക, ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പൊതുപ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും RCCകളിലേക്കും അതുപോലെ തന്നെ അനാഥാലയങ്ങളിലേക്കും ഒക്കെ ഒന്ന് കയറി ചെല്ലുക. അവിടെ കാണാം നിർധരരായിട്ടുള്ള ഒരുപാട് രോഗികൾ, ആരും സഹായിക്കാനില്ലാത്ത, സഹായം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്ത, മറ്റുള്ളവരുടെ സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന അനേകം രോഗികൾ, അതുപോലെ തന്നെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് അച്ഛനമ്മമാർ ഇന്നും പല അനാഥാലയങ്ങളിലുമുണ്ട്. അവിടേക്ക് ഒരു കൈ താങ്ങായിട്ട് ഈ പൊതുപ്രവർത്തകർ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ? എല്ലാം ഒരു കളിയല്ലേ? നിയമസഭാ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്, അല്ലേ നേതാക്കന്മാരെ?